നമസ്കാരം, ഞാൻ ആശാ ശേഖർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. ഒടുവിൽ ആര്? നടിയെ ആക്രമിച്ച കേസിൽ തെളിവുകൾ കൂട്ടിയിണക്കി പോലീസ്. ആരോപണ വിധേയരായവർക്ക് പുറമെ സിനിമാ മേഖലയിലെ കൂടുതൽ പേരെ നേരിട്ട് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യൽ. ക്ലൈമാക്സിലേക്ക് കടക്കുന്ന കേസിൽ പഴുതുകളില്ലാത്ത തെളിവുകൾക്കായി കഠിന ശ്രമം. തെളിവുകൾ പൂർണ്ണമായും കൈവശം എത്തിയ ശേഷം മാത്രം നിർണായക ചുവടെന്ന് പോലീസ്. കേസിൽ വഴിത്തിരിവായി കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് അന്വേഷണ സംഘം. പൾസർ സുനി ജയിലിൽ ഉപയോഗിച്ചത് മോഷ്ടിച്ച ഫോണെന്ന് പോലീസ്. ഫോൺ സേലം സ്വദേശി സ്വാമിക്കണ്ണിന്റേത്. സിം എടുത്തത് മകന് വേണ്ടിയെന്ന് സ്വാമിക്കണ്ണും സുഹൃത്തിന് കൈമാറിയ ഫോൺ ഒക്ടോബറിൽ കളവ് പോയെന്ന് മകനും. മൊബൈൽ ഏപ്രിൽ 1 മുതൽ കാക്കനാട് ജയിൽ പരിധിയിലെന്ന് അന്വേഷണ സംഘം. കേസിൽ പ്രതിഭാഗത്തിന്റെ ആവശ്യം തള്ളി കോടതി. തെളിവുകളുടെ പകർപ്പോ കാറിനുള്ളിലെ അക്രമത്തിന്റെ ദൃശ്യങ്ങളോ നൽകാനാകില്ലെന്ന് കോടതി. അതിനിടെ പ്രതികളുടെ CCTV ദൃശ്യങ്ങൾ പ്രതിഭാഗം കോടതിയിൽ വെച്ച് പരിശോധിക്കുന്നതിൽ എതിർപ്പില്ലെന്ന് പോലീസ്. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ഏപ്രിൽ 17-ന് ഹാജരാക്കിയിട്ടുണ്ടെന്നും കോടതിയിൽ അന്വേഷണ സംഘം. കേസിൽ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടക്കവേ പോലീസിൽ നിന്നും താൻ അനുഭവിക്കുന്നത് കൊടിയ പീഡനമെന്ന് പൾസർ സുനി. കേസിൽ കൊട്ടേഷനുണ്ടെന്ന് വെളിപ്പെടുത്തിയത് തനിക്ക് തന്നെ വിനയായെന്നും അതിന്റെ ഫലമാണ് താനിപ്പോൾ അനുഭവിക്കുന്നതെന്നും മാധ്യമപ്രവർത്തകരോട് സുനി. ശരിയാക്കി ഹൈക്കോടതി. ലൗഡേൽ കേസിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ഹൈക്കോടതി. എല്ലാം ശരിയാക്കാൻ ഇനി ആര് വരുമെന്ന് ചോദ്യം. വേണ്ടത് രാഷ്ട്രീയ ഇച്ഛാശക്തിയും ആർജവവും. എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയവർ ഒന്നും ശരിയാക്കുന്നില്ലെന്ന തോന്നൽ പൊതുജന താൽപര്യത്തിന് വിരുദ്ധമെന്നും ഹൈക്കോടതി. പരാമർശം മൂന്നാറിലെ ലൗഡേൽ ഹോം സ്റ്റേ ഒഴിപ്പിക്കലിന് അനുമതി നൽകിയ വിധിയിൽ. റവന്യൂ ഉദ്യോഗസ്ഥർ പലരും കയ്യേറ്റക്കാരുമായി രഹസ്യധാരണയുണ്ടാക്കി. ഇവരുടെ പ്രവർത്തനങ്ങൾ പരിസ്ഥിതിക്കും സമൂഹത്തിനും നാശമുണ്ടാക്കുന്ന തരത്തിൽ. നടപടിയെടുക്കാൻ നിയമപരമായ അധികാരമുണ്ടായിട്ടും കയ്യേറ്റമൊഴിപ്പിക്കാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും ഹൈക്കോടതി. ക്യൂവിൽ അതൃപ്തി. ബിവറേജസ് കോർപ്പറേഷന് മുന്നിലെ ക്യൂവിൽ അതൃപ്തി അറിയിച്ച് ഹൈക്കോടതി. മദ്യം വാങ്ങാൻ എത്തുന്നവർക്ക് മാന്യമായ പരിഗണന നൽകണം. ക്യൂ റോഡിലേക്ക് നീളുന്നത് വഴിവാണിഭത്തിന് തടസ്സമാകുന്നു. കച്ചവടം എങ്ങനെയാകണമെന്ന് ലൈസൻസിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്നും അത് പാലിക്കുന്നുണ്ടോ എന്ന് ബന്ധപ്പെട്ടവർ ഉറപ്പാക്കണമെന്നും കോടതി. ചർച്ചയ്ക്കില്ലെന്ന് ചൈന. അതിർത്തിയിലെ സംഘർഷം രൂക്ഷമായതോടെ ഇന്ത്യ ചൈന ഉഭയകക്ഷി ബന്ധം ഉലയുന്നു. നാളെ ജർമ്മനിയിൽ നടക്കേണ്ടിയിരുന്ന നരേന്ദ്രമോദി ഷീ ജിൻപിങ് കൂടിക്കാഴ്ച റദ്ദാക്കി ചൈന. സിക്കിം അതിർത്തി പ്രശ്നത്തിൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്നത് നയതന്ത്ര ചർച്ചകൾക്ക് അനുകൂലമല്ലെന്ന് വിശദീകരണം. അതേസമയം അനൗപചാരിക ചർച്ചകൾക്കുള്ള സാധ്യത തള്ളിക്കളയാതെ വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യൻ അതിർത്തി മേഖലകളിൽ സൈനിക വിന്യാസം ശക്തമാക്കി ചൈന. അതിർത്തി തർക്കത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ സ്വതന്ത്ര സിക്കിം മുന്നേറ്റത്തെ പിന്തുണയ്ക്കുമെന്ന് ഇന്ത്യക്ക് ചൈനയുടെ മുന്നറിയിപ്പ്. സിക്കിമിനൊപ്പം ഭൂട്ടാനെയും ഇന്ത്യക്കെതിരെ തിരിക്കാൻ നീക്കം. അതിനിടെ കൈലാസ് യാത്ര സംബന്ധിച്ച് രാജ്യവുമായി ചർച്ചയ്ക്ക് തയ്യാറെന്നും ചൈന. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായത് ഡോക്ല മേഖലയിലെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച തർക്കം. അതിനിടെ സിക്കിമിലെ മറ്റു ചില ഇന്ത്യൻ പ്രദേശങ്ങളിലും അവകാശവാദം ഉന്നയിച്ച് ചൈന. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.